ആസിഫ് കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആസിഫ്, ഉമർ അടക്കം 8 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നടപടിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഉമർ എന്ന് പറയുന്നത് വിചാരണ തടവുകാരായി UAPA ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തുടർച്ചയായി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കടുത്ത നിയമക്കുരുക്കുകളാണ് അദ്ദേഹത്തിന് മേൽ അദ്ദേഹം അടക്കമുള്ള യുവാക്കൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അടക്കം പറയുന്നത്. അപ്പോൾ ഒരു ഭരണകൂടം യുവാക്കൾക്ക്, അവിടുത്തെ യുവാക്കൾക്ക്, അതായത് ഒരു പ്രതികരണത്തിൽ, ഒരു പ്രതിഷേധത്തിൽ, സമാധാനമായ ഒരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ യുവാക്കൾക്കെതിരെ ചുമത്തപ്പെടുന്നത് അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്നത് ഇത്ര വലിയ കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നതും ആ തരത്തിൽ തന്നെയാണ്. അതായത് ഒരു ഭരണകൂട ഭീകരത തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കാനും കഴിയുന്നത്. വിശദാംശം. തീർച്ചയായും നമ്മൾ ഈ ഉമർ ഖാലിദുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിൽ ഏറ്റവും ഒടുവിലെ ഇൻസിഡന്റ് മാത്രം എടുത്ത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുള്ള ഉമറുമായിട്ടുള്ള ഒരു പോരാട്ടം, അതിന് വർഷങ്ങൾ നീണ്ട ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആദ്യം ഈ JNUവിലെ രാജ്യദ്രോഹ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഉമർ അടക്കമുള്ളവരെ പ്രതിപട്ടികയിൽ നിർത്തുന്നു, അവർക്ക് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ആ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, JNUവിലെ നജീബ് തിരോധാന കേസ്, ഈ തിരോധാന കേസിന്റെ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് JNUവിൽ സാക്ഷ്യം വഹിച്ചത്. പിന്നീട് അത് ഡൽഹിയുടെ തെരുവുകളിലേക്ക് നീങ്ങുന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറി. അങ്ങനെ പലതരത്തിൽ രാജ്യദ്രോഹ മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിനെതിരെ വലിയ പോരാട്ടങ്ങൾ തന്നെ JNUവിൽ നടന്നു. അത് മറ്റ് സർവകലാശാലകളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഉമർ ഖാലിദ് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടത്. പിന്നീട് ഡൽഹിയുടെ തെരുവുകളിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത അടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക്, അത് മാസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹമാണ്. അങ്ങനെ ഉമർ ഖാലിദിനെതിരെ നിരവധി തവണ ഉമറിനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജയിലിലിട്ട ചരിത്രമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, 2020 ഫെബ്രുവരി 17 നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് ഉമറിനെ ഈ ഒരു കേസിലേക്ക് വലിച്ചിഴക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല, ഈ ഒരു കേസിലേക്ക് ഉമർ എത്തുന്നതിന് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടത്. അതൊരു കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നടന്നത് എന്ന് പറയാൻ കഴിയുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. കാരണം ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ച് അത് ഒരു വീഡിയോ ആക്കി പുറത്തിറക്കിക്കൊണ്ട് ഉള്ള പ്രചാരണം ആദ്യഘട്ടത്തിൽ മുതിർന്ന BJP നേതാക്കളാണ് നടത്തിയത്. പൗരത്വ പ്രക്ഷോഭ കാലത്ത് ഇത്തരത്തിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നു, ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ആദ്യഘട്ടം ഉണ്ടാക്കുന്നു. അതിനുശേഷം അത് കേസ് കൊടുത്ത് ആ കേസിൽ ഈ ഒരു വീഡിയോ അടക്കം തെളിവായി കൊണ്ടുവരുന്നു. അങ്ങനെ ആ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ കൃത്രിമമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇത്തരത്തിൽ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്നുള്ള പ്രചാരണം ശക്തമാക്കി കേസ് കൊടുത്ത് അങ്ങനെയാണ് ആ കേസിൽ ഉമർ അടക്കമുള്ളവർ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഉമറിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും മതസംഘടനകളോടോ അല്ലെങ്കിൽ അതിന് സമാനമായ വിദ്യാർത്ഥി സംഘടനകളോടോ ഒന്നും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളല്ല. കൃത്യമായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം നിന്ന് അത്തരത്തിലുള്ള പോരാട്ടം നടത്തി JNUവിലടക്കം അത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾ കാഴ്ചവെച്ച് ഡൽഹിയുടെ തെരുവുകളിലടക്കം അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോയതാണ്. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പോലും അത് രാജ്യത്തെ ഒരു വിഭാഗം പൗരന്മാരെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായി കണ്ടുകൊണ്ടാണ് ആ പ്രതിഷേധങ്ങൾക്ക് ആ വിദ്യാർത്ഥി സംഘടനകളെല്ലാം നേതൃത്വം നൽകുകയും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഉമറടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി പ്രസംഗിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന വലിയ പ്രതിഷേധങ്ങൾക്ക് രാജ്യമാകമാനം പ്രധാനമായും ക്യാമ്പസുകളിലടക്കം നടന്നു വരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ദൗർഭാഗ്യപരമായ കലാപം ഉണ്ടാകുകയും ആ കലാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഈ വിദ്യാർത്ഥി നേതാക്കൾ അടക്കമുള്ളവരാണ് എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുകയും ചെയ്തത്. ഉമറിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലതവണ കീഴ്ക്കോടതികളടക്കം എത്തുന്നു, അത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ 20ഓളം തവണ ആ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ നീതി നിഷേധത്തിൻ്റെ ഒരു വലിയ നീണ്ട കാലഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 5 വർഷക്കാലം ഒരു വിദ്യാർത്ഥി നേതാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാവ് അടക്കമുള്ളവർ ഇങ്ങനെ നീതി നിഷേധിച്ച് ജയിലുകളിൽ കഴിയപ്പെടുന്ന സാഹചര്യം. 2500ഓളം വരുന്ന ആളുകൾക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അടക്കം ആരോപിച്ച് 2500ഓളം ആളുകൾ
ആളുകൾക്ക് എതിരെ കേസെടുക്കുന്നു. പക്ഷേ 2000-ഓളം ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പല കോടതികളിൽ നിന്ന് ജാമ്യം ലഭിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വളരെ കുറഞ്ഞ ആളുകളെ മാത്രം ഏറ്റവും ഒടുവിൽ അവർക്ക് വിചാരണ പോലും ആരംഭിക്കുന്നത് അടക്കം തടസ്സം നിന്നുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം, ആ ഒരു നീതി നിഷേധത്തിന്റെ കാലഘട്ടം ഇനിയും നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ആസിഫ്. കഴിഞ്ഞ 5 വർഷമായി ഈ നീതി നിഷേധത്തിന്റെ ഈ വർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ജാമ്യാപേക്ഷ, ഉമർ അടക്കമുള്ള 8 പേരുടെ ജാമ്യാപേക്ഷയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ആസിഫും ശരത് ലാലുമാണ് വിവരങ്ങൾ നൽകിയത്.